السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഖബറിലെ അതിഭീകരമായ ശിക്ഷകൾക്ക് കാരണമായി തീരുന്ന ചില പാപങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അതോടനുബന്ധമായി അതുപോലെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വേറെയും ഗൗരവമാർന്ന ചില കാര്യങ്ങളുണ്ട്. അതും ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ നിമിത്തമാകുന്നു എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് കടബാധ്യതനായിക്കൊണ്ട് മരണപ്പെടുന്ന വ്യക്തി അവന്റെ ബർസഖിയായ ലോകത്ത് ആ രൂപത്തിൽ അതിൽ നിന്നവന് വിടുതൽ ലഭിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അഥവാ അവന്റെ പേരിലുള്ള കടം നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ നിമിത്തമാകുന്നു എന്നാണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ മുമ്പ് പലപ്പോഴും പറയുന്നത് പോലെ തന്നെ കടം വാങ്ങിക്കൂട്ടുക എന്നത് പലർക്കും ഒരു ഹോബിയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഇന്ന് ആളുകൾ ലോണുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർഭാട ജീവിതത്തിന് വേണ്ടി തന്റെ അയൽവാസിയുമായി സാമ്പത്തിക രംഗത്ത് കിടമത്സരം നടത്തുവാൻ വേണ്ടി, നാട്ടിലെ തന്റെ പേരും പ്രശസ്തിയും നിലനിർത്തുവാൻ വേണ്ടി, ആളുകൾക്കിടയിൽ താൻ വലിയ സ്വാധീനമുള്ളവനാണെന്ന് ധ്വനിപ്പിക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ കല്യാണ ആവശ്യങ്ങളിൽ പെരുമ കാണിക്കുവാനും ധൂർത്തടിക്കുവാനും പൊങ്ങച്ചം പ്രകടിപ്പിക്കുവാനുമൊക്കെ വേണ്ടി അങ്ങനെ അനവധി കാരണങ്ങളാൽ ആളുകൾ ഇന്ന് കടക്കെണിയിൽ പെട്ടുഴലുകയാണ്. അങ്ങനെ കടം വാങ്ങി കൂട്ടുമ്പോൾ ഇത് തന്നെ കൊണ്ട് വീട്ടാൻ കഴിയുമോ എന്ന ചിന്ത പോലുമില്ലാതെ അതൊരു വലിയ ക്രെഡിറ്റായി കാണുന്ന ഒരു സമൂഹമാണിന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഗൗരവത്തോടുകൂടി ഓർക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ, അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ മനസ്സുകളെ പിടിച്ചുകുലുക്കുന്ന വിധം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. സഅദ് ഇബ്നുൽ ലത്വൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടു. വതറക 300 ദിർഹമിൻ, 300 ദിർഹം വെള്ളിയാണ് അദ്ദേഹം ബാക്കിയിട്ട് പോയിട്ടുള്ളത്.
വതറക ഇയാലൻ, എന്നാൽ അദ്ദേഹത്തിന് പ്രാരാബ്ധമുള്ള കുടുംബങ്ങളെയും ബാക്കിയാക്കിയിട്ടുണ്ട്. പ്രാരാബ്ധമുള്ള കുടുംബങ്ങൾക്ക് ബാക്കിയുള്ളത് കേവലം 300 വെള്ളിയാണ്, 300 ദിർഹമാണ്. ഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഅറദ്തു അൻ നുൻഫിഖഹാ അലാ ഇയാലിഹി, അദ്ദേഹത്തിന്റെ ആ പ്രാരാബ്ധം അനുഭവിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഈ ദിർഹമുകൾ ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയുണ്ടായി. ഫഖാല ലീ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇന്ന അഖാക മഹ്ബൂസുൻ ബിദൈനിഹി ഫദ്ഹബ് ഫഖ്ദി അൻഹു, നിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള കടം കാരണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ സഹോദരൻ. അദ്ദേഹത്തിന്റെ പേരിലുള്ള കടബാധ്യത കാരണത്താൽ നിന്റെ സഹോദരൻ ഇപ്പോൾ റഹ്മത്ത് ലഭിക്കാതെ ബന്ധിതനായിരിക്കുകയാണ്. അതുകൊണ്ട് ഫദ്ഹബ് ഫഖ്ദി അൻഹു, നീ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉടനെ ആ കടം വീട്ടിക്കൊള്ളണം. അതാണ് നീ ആദ്യം നിർവഹിക്കേണ്ടത്. ഫദഹബ്തു ഫഖദൈതു അൻഹു, അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം വീട്ടി. സുമ്മ ജിഅ്തു, പിന്നീട് ഞാൻ റസൂലുള്ളാഹിനെ സമീപിച്ചു. ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ഖദൈതു അൻഹു ഇല്ലാ ദീനാറൈൻ ഇദ്ദഅതുഹും ഇംറഅത്തുൻ, അദ്ദേഹത്തിന്റെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിയിരിക്കുന്നു, 2 ദീനാർ മാത്രം ഞാൻ വീട്ടിയിട്ടില്ല. 2 ദീനാർ മാത്രം ാതിരിക്കാൻ കാരണം, ഒരു സ്ത്രീ പറയുന്നു എന്റെ സഹോദരൻ അവർക്ക് 2 ദീനാർ കൊടുക്കാനുണ്ടെന്ന്. എന്നാൽ വലൈസത്ത് ലഹാ ബയ്യിന, അവരുടെ കയ്യിൽ രേഖയില്ല, അവരുടെ കയ്യിൽ തെളിവൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീന്റെ അടിസ്ഥാനത്തിൽ വിവരം ലഭിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദാ ഉടനെ അദ്ദേഹത്തോട് പറയുന്നു, അഅ്തിഹാ ഫഇന്നഹാ മുഹിഖ, അഅ്തിഹാ ഫഇന്നഹു മുഹിഖ, നീ അത് അവൾക്ക് കൊടുത്തേക്ക്, ഹഖാണത്, ബാധ്യതയാണത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഫഇന്നഹാ സ്വാദിഖ, അവൾ സത്യമാണ് പറയുന്നത് എന്നാണ്. അപ്പൊ അതും കൂടെ വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കടബാധിതനായി കൊണ്ട് മരണപ്പെടുന്ന വ്യക്തിക്ക് അവന്റെ ഖബറിൽ റഹ്മത്ത് കിട്ടുകയല്ല, അവൻ അദാബിന്റേതായ രൂപത്തിലേക്കാണ് നീങ്ങുന്നത് ഈ കടം കാരണത്താൽ. അതുകൊണ്ട് ബന്ധുക്കൾക്ക് നിർബന്ധമാണ് എത്രയും പെട്ടെന്ന് ആ കടം വീട്ടാൻ സാധ്യമാണോ. മുമ്പൊരിക്കൽ നമ്മൾ ഇവിടെ ഇതേ വിഷയത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അത് വളരെ കൃത്യമായി തന്നെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. മുതൽ ഓഹരി വെക്കുന്നതിന്റെ മുന്നോടിയായി പോലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പരേതന്റെ സ്വത്തുക്കൾ വിഹിതം നടത്തുമ്പോൾ ആ വിഹിതം നടത്തുന്നതിന്റെ മുമ്പേ ചില കണക്കുകൾ നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ, കടബാധ്യതയുണ്ടോ? ഈ പരേതന് കടബാധ്യതയുണ്ടെങ്കിൽ ആ കടങ്ങളൊന്നും ഞങ്ങൾക്കറിയൂല, ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഞങ്ങൾക്ക് കിട്ടേണ്ട നേരമാണിത്. ബാപ്പ കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബന്ധുക്കൾ കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് പഴച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ തത്രപ്പാട് മുതൽ ഓഹരി വെക്കുകയല്ല വേണ്ടത്. അയാളുടെ വസിയത്തുകളുണ്ടോ? ആ വസിയത്തുകൾ വീട്ടപ്പെടേണ്ടതുണ്ട്. അയാളുടെ ആ കടബാധ്യതകൾ ഉടനെ തന്നെ വീട്ടപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം വല്ലാതെ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കാലശേഷം നമ്മുടേതായ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിന് തയ്യാറാവാൻ മനസ്സില്ലാത്തവരാളുകളായി പോയാലോ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, കടം വാങ്ങാതിരിക്കുക. അത്യാവശ്യത്തിന് കടം വാങ്ങിയെങ്കിൽ ഉടനടി കൊടുത്തു വീട്ടുക, അതല്ലെങ്കിൽ കൃത്യമായ രേഖകളിൽ രേഖപ്പെടുത്തപ്പെടുക. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്കുള്ള ഇടപാടുകളെ സംബന്ധിച്ച് എനിക്ക് കിട്ടാനുള്ളത്, ഞാൻ കൊടുക്കാനുള്ളത് കൃത്യമായ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ എന്റെ മക്കൾ അത് കാണണം, എന്റെ ഭാര്യ അത് കാണണം,
എന്റെ ബന്ധുക്കൾ അത് കാണണം. ആ നിലക്ക് രേഖപ്പെടുത്തപ്പെടുകയും അവരത് കൃത്യമായി നിർവഹിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിൽ സ്വസ്ഥതയല്ല, സമാധാനമല്ല, സുരക്ഷിതത്വമല്ല, രക്ഷയല്ല, ശിക്ഷയാണുണ്ടാകുന്നത്, അസ്വസ്ഥതയാണുണ്ടാകുന്നത്, അസമാധാനമാണുണ്ടാകുന്നത്, അശാന്തിയാണുണ്ടാകുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. അല്ലാഹുവേ, പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വൽ മഗ്റമി, കടബാധിതനായി പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ. കടം വന്ന് ബാധ്യത കൂടുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലെ മെമ്പർമാര് പ്രാർത്ഥിക്കാനും ഗൗരവത്തോടുകൂടി അത് മനസ്സിലാക്കുവാനും വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എത്ര ഗുരുതരമാണ് അതിന്റെ വിഷയം എന്ന് മനസ്സിലാക്കുക. ഇനിയും നോക്കൂ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സംഭവം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്താണ് ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. ആ ജനാസ കൊണ്ടുവരപ്പെട്ട നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ ആളുകളൊക്കെ ആ ജനാസയുടെ കൂടെ വന്നു. സുബഹിയുടെ നേരത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അഹാഹുനാ മിന്നാലി ഫുലാനിൻ അഹദുൻ, ഇന്ന ഈ വ്യക്തിയുടെ കുടുംബക്കാർ ആരെങ്കിലും സ്ഥലത്തുണ്ടോ, ആരെങ്കിലും ഇവിടെയുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ഗൗരവത്തോടെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ സഹാബിമാര് പലപ്പോഴും പേടിച്ചത് കാരണത്താൽ മിണ്ടാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം 3 തവണ ആവർത്തിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നത്. ആരെങ്കിലും ഉണ്ടോ ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഇവിടെ? ആരും ഉത്തരം പറയുന്നില്ല. അന്നേരം ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഫഖാമ റജുലുൻ യജുറു ഇസാറഹു മിൻ മുഅഖരിൻ നാസ്, വളരെ ബാക്കിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പെട്ടെന്ന് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഞാനുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായി. فقال له النبي صلى الله عليه وسلم ما منعك في المرتين الأوليين أن تكون أجبتني. 2 തവണ 3 തവണ ഞാൻ പറഞ്ഞിട്ടും എന്തേ നിങ്ങൾ എന്നോട് ജവാബ് പറയാതെ മിണ്ടാതെ മാറി നിന്നത്? ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ നിങ്ങളെ അന്വേഷിച്ചിട്ടില്ല. നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ അന്വേഷിച്ചിട്ടില്ല. നിങ്ങളിൽപ്പെട്ട ഒരാള് മഅ്സൂറും ബിദൈരിഹി, കടം കാരണത്താൽ ബന്ധിതനാണ്. സ്വർഗീയമായ സുഖങ്ങൾ അദ്ദേഹത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിക്കുന്നു, ഫഇൻ ശിഅ്തും ഫഫുദൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കൂ. വഇൻ ശിഅ്തും ഫാസിലിമൂഹു ഇലാ അദാബില്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ അള്ളാന്റെ ശിക്ഷയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അതല്ല, നിങ്ങൾക്ക് രക്ഷ വേണോ, നിങ്ങളത് പ്രവർത്തിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന സംഭവം അത് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും നോക്കൂ, 3-മത്തെ ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഒരാൾ മരണപ്പെടുന്നു. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുചെന്നു. നിസ്കാരത്തിന് വേണ്ടി ജനാസ കൊണ്ടുചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി മുന്നോട്ട് 2 അടി വെക്കുകയാണ്. വെച്ചതിന്റെ ശേഷം പിന്നെ അവിടെ തന്നെ നിന്നിട്ട് ചോദിക്കുന്നു, ഹൽ അലൈഹി ദൈൻ, ഈ വ്യക്തിക്ക് വല്ല കടവും ബാക്കിയുണ്ടോ? നിസ്കാരത്തിന് മുന്നോട്ടാഞ്ഞ റസൂലുള്ള
റസൂലുള്ളാഹി അവിടെ തന്നെ നിന്നിട്ട് ചോദിക്കുകയാണ്, ഹൽ അലൈഹി ദൈനുൻ, ഈ വ്യക്തിയുടെ മേൽ വല്ല കടവുമുണ്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅം, അതെ, ദീനാറാനി, 2 ദീനാർ കടമുള്ള വ്യക്തിയാണ് നബിയേ. അന്നേരം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വല്ലൂ അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങൾ നിസ്കരിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ല, എനിക്ക് നിസ്കരിക്കാൻ കൽപ്പനയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധിതനായ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. ആ നേരത്തെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, ദൈനുഹു അലയ്യ, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹത്തിന്റെ ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് അന്വേഷിക്കുകയാണ് വേണ്ടും, ഹുമാ അലൈക ഹഖുൽ ഗരീമി വബരീഅൽ മയ്യിതു, മയ്യത്ത് ഒഴിവായോ? അദ്ദേഹത്തിന്റെ കടം നീ ഏറ്റെടുത്തോ? ഉറപ്പാണോ? കടം കിട്ടാനുള്ള വ്യക്തിക്ക് ഇനി ചോദ്യം നിന്നോടാണ് കേട്ടോ, ഓർമ്മ വേണം നിനക്ക്. ആ നിലക്ക് നീ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, നഅം, അല്ലാഹുവിന്റെ റസൂലേ, അതെ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഉറപ്പ് കിട്ടിയപ്പോഴാണ് ഫസല്ലാ അലൈഹി, അല്ലാഹുവിന്റെ റസൂല് ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നു. സുമ്മ ലഖിയഹു മിനൽ ഗദി, റസൂൽ അതും പറഞ്ഞിട്ട് പിന്നെ കാര്യം മറന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം. പിറ്റേന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന നേരത്ത് ചോദിക്കുകയാണ്, മാ ഫഅലത് ദീനാറാൻ, അബൂ ഖത്താദത്തെ, ഇന്നലെ നീ ഏറ്റെടുത്ത 2 ദീനാറിന്റെ കാര്യം എന്തായി? നീ കൊടുത്തു വീട്ടിയോ? ആ നേരം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നമാ മാത അംസി, ഇന്നലെയല്ല നബിയെ മരണപ്പെട്ടത്, ഞാൻ വീട്ടിക്കോളാ എന്നർത്ഥം. ഇന്നലെ മരിച്ചിട്ടല്ലേയുള്ളൂ, ഞാനത് വീട്ടിക്കോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്നും അബൂ ഖത്താദയെ കാണുകയാണ്. മറക്കുന്നില്ലല്ലോ, തന്റെ പ്രിയപ്പെട്ട ഒരു സഹാബിയും ഒരൊറ്റ മുസ്ലിമും ശിക്ഷിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന നേതാവായ നമ്മുടെ കരളിന്റെ കഷ്ടമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി മനസ്സിൽ നിന്നത് പോയിട്ടില്ല. പിറ്റേന്നും അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ചോദ്യം ആവർത്തിക്കുകയാണ്, അബൂ ഖത്താദത്തെ, മാ ഫഅലത് ദീനാറാൻ, ഏറ്റെടുത്ത ദീനാറിന്റെ കാര്യം എന്തായി? നീ മറന്നുവോ? ആ നേരത്തെ അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ്, ഖദ് ഖദൈതുഹുമാ, ഞാനത് വീട്ടിയിരിക്കുന്നു നബിയേ, കൊടുത്തു വീട്ടിപ്പോയി നബിയേ. ഫഖാല, അന്നേരം റസൂലുള്ള പറയാണ്, അൽ ആന, ഇപ്പോഴാണ് ബർദത്ത് അലൈഹി ജിൽദുഹു, അദ്ദേഹത്തിന്റെ തൊലിയതാ തണുത്തുപോയത്, അദ്ദേഹത്തിന്റെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മോചനമിതാ ഇപ്പോഴേ കിട്ടിയിട്ടുള്ളൂ അബൂ ഖത്താദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എത്ര ഗൗരവത്തോടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു 2 ദീനാറാണെങ്കിലും, 1 ദീനാറാണെങ്കിലും, ഒരു 10 ദിർഹമാണെങ്കിലും, ഏതാനും ഫിൽസാണെങ്കിലും ഒരാളോട് ബാധ്യതയുണ്ടെങ്കിൽ ആ ബാധ്യത തീരാതെ, ആ ബാധ്യത നിർവഹിക്കപ്പെടാതെ ഖബറിൽ സ്വസ്ഥതയില്ല, ഖബറിൽ ശാന്തിയില്ല. അനാവശ്യത്തിന് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി, ദൂർത്തിന് വേണ്ടി, മാമൂലികൾക്ക് വേണ്ടി, പ്രസ്റ്റീജിന്റെ പ്രശ്നത്തിന് വേണ്ടി അതാ ലോൺ എടുത്തുകൊണ്ട് മുടിഞ്ഞു പോയ മനുഷ്യ, ഖബറിൽ എന്ത് സ്വസ്ഥതയാ ഉള്ളത്? ചിന്തിക്കണം, ആലോചിക്കണം, എത്ര ഗുരുതരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനമെടുത്തോ. കടം വാങ്ങിയതുണ്ടെങ്കിൽ ഉടനെ തിരിച്ചു കൊടുത്തോ. ആ അത്യാവശ്യത്തിനല്ലാതെ വാങ്ങിക്കൂടാ. അത് വാങ്ങിയിട്ട് ഉടനെ കൊടുക്കാൻ മനസ്സ് വേണം. അതിൽ പെടാതെ കുടുങ്ങിപ്പോയാൽ നാണക്കേട് കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ ദുൽമുകൾ ചെയ്യേണ്ടി വരുന്നു. കടക്കെണി കൊണ്ട് പേറുന്ന മനുഷ്യൻ ഈ ഒരു കടക്കെണി കാരണത്താൽ എത്ര വലിയ അപമാനമാണ് അവൻ പേറേണ്ടി വരുന്നത്. പുറത്തിറങ്ങാൻ അവന് സാധിക്കുന്നില്ലല്ലോ. വീട്ടിലേക്ക് ഫോണ് വന്നാൽ ഫോണ് മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരുന്നു. ഞാനിവിടെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞേക്കെന്ന് കളവ് പറയേണ്ടി വരുന്നു. മറ്റൊരിടത്ത് യാത്രയിലാണെന്ന് പറഞ്ഞോ എന്ന് നുണ പറയിപ്പിക്കേണ്ടി വരുന്നു. അഥവാ ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ടുമുട്ടേണ്ടി വന്നാലോ അപ്പോഴും ഈ നാവ് കൊണ്ട് പച്ച നുണ പറയേണ്ടി വരുന്നു, കളവ് ആവർത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ കടക്കെണിയിൽപ്പെട്ട മനുഷ്യനതാ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ
രക്ഷപ്പെടാൻ കാരണമായി തീരുന്ന കള്ളം പറയുക എന്ന അവസ്ഥയിലേക്ക് കൂടി തരം താഴ്ത്തപ്പെടുമ്പോ ചിന്തിച്ചോ, ഒരൊറ്റ പെണ്ണും ഭർത്താവിനോട് ഉപദേശിച്ചു പോകരുത്. ആഭരണം വാങ്ങാൻ കടം വാങ്ങാൻ വേണ്ടി പറഞ്ഞു പോകരുത്. പൊങ്ങച്ചത്തിന് വേണ്ടി കടം വാങ്ങാൻ ഉപദേശിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വഹാബ പെണ്ണുങ്ങളതാ ഭർത്താവ് വീട്ടിൽ നിന്ന് തൊഴിലിന് വേണ്ടി പുറപ്പെടുന്ന നേരത്ത് വീട്ടിന്റെ പുറത്തിറങ്ങി നിന്നുകൊണ്ട് അതാ യാത്ര അയക്കുന്ന ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഇന്നാ നസ്ബിറു അലൽ ജൂ. ഓ പ്രിയപ്പെട്ട ഭർത്താവേ, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം. വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നതാണ്. ദാഹം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നതാണ്. ദുന്യാവിന്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം ഭർത്താക്കന്മാരെ. പക്ഷേ വലാകിന്നാ ലാ നസ്ബിറു അലന്നാർ. നരകത്തി അത് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഹറാമായ പൈസയും കൊണ്ട് ഹറാമായ സമ്പാദ്യവും കൊണ്ട് ഇങ്ങോട്ട് കയറി വരല്ല. ഞങ്ങളെ തീറ്റിക്കല്ല, ഞങ്ങളെ ഉടുപ്പിക്കല്ല, ഞങ്ങൾക്ക് വീടെടുക്കല്ല. അങ്ങനെ വസിയത്ത് കൊടുക്കുന്ന പെണ്ണുങ്ങളുള്ളവർ ലോകം കഴിഞ്ഞു പോയി. ഇന്നതാ ഭർത്താക്കന്മാരെ കൊണ്ടതാ ഹറാമ് ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പെണ്ണുങ്ങളാണ്, ഇണകളാണ്, മക്കളാണ്. തോന്നിവാസത്തിന്റെ കാലഘട്ടമാണ്. ഓർത്തോളണം, നമ്മുടെ ഖബറിൽ നമ്മൾ വഹീദൻ ഫരീദാ, ഒറ്റക്കാണ്, ഏകനാണ്. എന്റെ രക്ഷയ്ക്ക് എന്റെ അമലല്ലാതെ തുണയില്ല. അതുകൊണ്ട് ഈ അനാവശ്യത്തിനും ആർഭാടത്തിനൊക്കെ വേണ്ടി ഈ കടം വാങ്ങി ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതൊരു ക്രെഡിറ്റായി കൊണ്ട് നടക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചേക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കത് വേണ്ട. അത് നമ്മുടെ പരലോകത്തെ നശിപ്പിക്കും. അത് നമ്മുടെ സ്വസ്ഥതയെ അത് ഏറ്റവും വലിയ അപകടത്തിലേക്ക് ആഴ്ത്തിക്കളയും എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ ഓർക്കണം. ശിക്ഷിക്കപ്പെടാൻ കാരണമായ ഗൗരവമായ സംഗതിയാണത് എന്ന് എന്നോടും നിങ്ങളോടും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്.